ഇത് ഒരു കഥയല്ല, വെളിപാടാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരുടെ സാക്ഷ്യമാണ്. വിശ്വാസത്തിന് വേണ്ടി മരിച്ചവരുടെ ഓർമ്മ പുതുക്കലാണ്. ദിവ്യസ്പന്ദനവുമായി തെളിയുന്നു ദൈവത്തിന്റെ മഹത്വം. സദ്ഗമയ ജ്യോതിർഗമയ അമൃതം ഗമയ സർവചരാചര ചൈതന്യമേ നാദതാളസ്വരലയമാ നമിപ്പൂ ഞങ്ങൾ. ഇന്നത്തെ ലോകത്ത് നാം എത്രത്തോളം നമ്മുടെ വിശ്വാസത്തിനായി നിലനിൽക്കുന്നു? ചുറ്റുമുള്ള സുഹൃത്തുക്കൾ പരിഹസിക്കുമ്പോൾ, സംശയദൃഷ്ടിയോടെ സമൂഹം വിരൽ ചൂണ്ടുമ്പോൾ നമ്മുടെ വിശ്വാസം ക്ഷയിക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാനിയേലിന്റെ പുസ്തകം അധ്യായം 3 നാം കാണുന്നു, ദാനിയേലിന്റെ സുഹൃത്തുക്കൾ അഗ്നിജ്വാലയുടെ മുന്നിൽ പോലും ദൈവത്തെ വിസ്മരിക്കുന്നില്ല. ഇന്നത്തെ പ്രതികൂല സാഹചര്യത്തിലും ലോകമെങ്ങും വിശ്വാസത്തിനായി ജീവൻ ത്യജിച്ചവരുടെ നേർ സാക്ഷികളുണ്ട്. അവരുടെ ധീരോജ്വലമായ ത്യാഗത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു അഗ്നിജ്വാല. കാലങ്ങൾക്ക് മുമ്പ് ബാബിലോണിലെ നബൂഖദ്നസർ രാജാവ് ഒരു വിഗ്രഹം സ്ഥാപിച്ചു. എല്ലാവരും അതിനു മുമ്പിൽ വീണ് നമസ്കരിക്കണമെന്ന് കൽപ്പിച്ചു. आज 2000 साल बाद भी क्रिश्चियन समूह पर होने वाली अत्याचारों की कोई कमी नहीं है. ऐसी ही एक जीती जागती सिस्टर आज भी हमारे बीच है. आइए मैं मिलवाती हूँ आपको सिस्टर मारिया से. सिस्टर मारिया सेंट मेरी स्कूल की प्रिंसिपल है. इनका सबसे बड़ा धन है उनका यीशु पर अटूट विश्वास. നമുക്ക് ബാബിലോണിലെ ആ സംഭവം ഒന്ന് ഓർക്കാം. രാജാവിന്റെ കൽപ്പന. വാദ്യം മുഴങ്ങുമ്പോൾ എല്ലാവരും ഈ വിഗ്രഹത്തിനു മുൻപിൽ വീണു നമസ്കരിക്കണം. ആരെങ്കിലും വിസമ്മതിച്ചാൽ അവരെ തീക്കുണ്ടത്തിൽ എറിയും. പോയി എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരൂ. आज के युग में भी यही दबाव है. देखिए क्या हुआ सेंट मेरी स्कूल में. सुना है वो सिस्टर स्कूल के बच्चों को मत परिवर्तन कर रही है. अपनी मीठी मीठी बातों से बच्चों को बहका रही है. स्कूल के नाम पे कलंक है वो औरत. कौन हो आप लोग? क्या चाहिए आपको? अभी स्कूल में यीशु का नाम नहीं रहेगा. ये मूर्ति रखी जाएगी. सब लोग झुकेंगे. नहीं, ये मुझे मंजूर नहीं है. सब लोग झुकेंगे, तुम भी, सारे स्कूल के बच्चे भी. इस स्कूल से यीशु के सारे तस्वीर हटा दो और अब यही लगा दो. देखिए, आपको कोई गलत फहमी हुई है. यहाँ हम सिर्फ बच्चों को सही रास्ते पे चलने की शिक्षा देते हैं. हमारे विश्वास को आप तोड़ नहीं सकते. എന്ത് നടന്നു അന്ന് ബാബിലോണിൽ? ഏതാ ഈ 3 യുവാക്കൾ? ഇവരെന്താ വിഗ്രഹത്തെ നമസ്കരിക്കാതെ മാറി നിൽക്കുന്നത്? രാജാവേ, ഈ 3 യുവാക്കൾ ദാനിയേലിന്റെ സുഹൃത്തുക്കളാണ്. ശദ്രാക്,
മെസ്ഹാഖ് അബദ്നഗോ ഇവർ വിഗ്രഹത്തിന് മുൻപിൽ വീണ് നമസ്കരിക്കാൻ തയ്യാറാവുന്നില്ല. രാജാവിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഒരവസരം കൂടി തരുന്നു. വീണ്ടും വാദ്യം മുഴങ്ങും. വിഗ്രഹത്തിന്റെ മുൻപിൽ വീണു നമസ്കരിക്കൂ, അല്ലെങ്കിൽ ഈ തീക്കുണ്ടത്തിലെറിയും. ആരാണ് നിങ്ങളെ രക്ഷിക്കാൻ വരുന്നത് എന്ന് ഞാനൊന്ന് കാണട്ടെ. और आज ये रहा 2000 साल बाद भी हमारे बीच ऐसे नबूकदनेस्सर है। अभी मान लो, तुम्हारा प्रभु का नाम मिटा लो, नहीं तो मौत के लिए तैयार हो जाओ। देखते हैं तुम्हारे यीशु तुम्हें बचाने आएंगे क्या? ഇവർ വിശ്വാസം കൈവിടാതെ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ സർവശക്തനായ യഹോവ മാത്രമാണ്. അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ തീയിൽ നിന്ന് രക്ഷിക്കും. അവൻ ഞങ്ങളെ രക്ഷിക്കാതെ പോയാലും ഈ വിഗ്രഹത്തിന് മുൻപിൽ ഞങ്ങൾ വീണ് നമസ്കരിക്കില്ല. चाहे जान चली जाए, हम अपने प्रभु यीशु का नाम नहीं मिटाएंगे. हम मर जाएंगे, पर झुकेंगे नहीं. ഇവരെ 3 പേരെയും വലിച്ച് ഈ തീക്കുണ്ടത്തിലെറിയൂ. इतनी हिम्मत, काट डालो इस औरत को. അന്നും ഇന്നും നമ്മുടെ വിശ്വാസത്തിന് കോട്ടം തട്ടിയിട്ടുണ്ടോ? എന്ത് പറ്റി ആ 3 യുവാക്കൾക്ക്? എന്ത് പറ്റി സിസ്റ്റർ മാരിയയ്ക്ക്? 3 പേരെയല്ലേ എറിഞ്ഞത്? ഇപ്പോൾ നാം 4 പേരെ കാണുന്നു. ആ 4-ാമൻ ദൈവദൂതനെ പോലെ ഇരിക്കുന്നു. രാജാവേ, ഇവരെ തീക്കുണ്ടയിലിട്ടിട്ടും ഇവർക്കൊന്നും സംഭവിച്ചില്ല. യഹോവ ഞങ്ങളെ രക്ഷിച്ചു, യഹോവ ഞങ്ങളെ രക്ഷിച്ചു, യഹോവ ഞങ്ങളെ രക്ഷിച്ചു. सिस्टर मारिया अब हमारे बीच नहीं रही. उसने अपनी जान दे दी अपने अटूट विश्वास के लिए. उनकी बलिदान आने वाली सदियों में जरूर याद रखी जाएगी. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥാ നിന്നെ ഞാൻ കണ്ടു. കാലങ്ങൾ മാറിയാലും വിശ്വാസത്തിനു വേണ്ടി ജീവൻ കൊടുത്തവരുടെ കഥകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അഗ്നികുണ്ഡത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരെ പോലെ ഇന്നും നമ്മുടെ കാലത്ത് ചിലർ ജീവൻ തന്ന് വിശ്വാസം കൈവിടാതെ. ഫാദർ സ്റ്റാൻ സ്വാമി നീതിക്ക് വേണ്ടി നിന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ജീവൻ തന്നു. സിസ്റ്റർ റാണി മരിയ ദരിദ്രർക്കൊപ്പം നിന്നതിന് കുത്തേറ്റ് വീണെങ്കിലും വിശ്വാസത്തിൽ ജയിച്ചു. ഗ്രഹാം സ്റ്റെയിൻസ് കരുണയോടെ സേവിച്ചു. അഗ്നിയിൽ ചുട്ടുകൊന്നിട്ടും അവൻ്റെ സ്നേഹം ഇന്നും നിലനിൽക്കുന്നു. ദൈവസഹായം പിള്ളൈ വിശ്വാസത്തിനായി ജീവൻ അർപ്പിച്ച ദാസൻ. ഇവർ തോറ്റവരല്ല, ഇവർ ജയിച്ചവർ. മരണത്തിൽ തോറ്റവരല്ല, വിശ്വാസത്തിൽ ജയിച്ചവർ. രക്തസാക്ഷികളുടെ ചുടുനിലത്തിന്റെ ശക്തിയാറുന്ന അടിത്തറയിൽ തീർക്കപ്പെട്ട ഉരുക്കു കോട്ടയാണ് ക്രിസ്തീയ സഭ. ഇനിയൊരു ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഏതൊരു സാഹചര്യത്തിലും വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ ഞങ്ങൾ തയ്യാറാണ്.
നിങ്ങളോ